വെൽക്കം ബാക്ക് ടു സുഭാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ആലപ്പുഴയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ വസുവിനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നാക്കിൽ എന്താണോ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നതെന്ന് അറിയില്ല, മുടി ജീവുന്നതിന്. എന്തോ ആയിക്കോട്ടെ, ഇവിടെ വന്ന് അച്ഛന് തന്നെ വസുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അച്ഛനത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. വസുവിനെ കുളിപ്പിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, വസുവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഫുഡ് മാത്രം വസുവിന് ഞാൻ കൊടുത്തേ പറ്റുള്ളൂ, വേറെ ആരും കൊടുത്താൽ വസു കഴിക്കില്ല. ബാക്കി എല്ലാത്തിനും അച്ഛൻ മതി. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിർത്തിയിട്ട് പോകണമെങ്കിലും വസു ഒരു പ്രശ്നവുമില്ല. വസു ഇവിടെ ഹാപ്പിയാണ്. നമ്മളിവിടെ മീൻസ് അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം നിർത്തിയിട്ട് പോകുന്ന കാര്യമല്ല. ഇവിടെ വരിക, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകേണ്ട അച്ഛൻ്റെ കൂടെ അവൻ നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ റെഡി ആവുന്നു. വസുവിനെ ഇവിടെ അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 8:30 മണിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തേക്ക് ഇവിടെ വന്നിട്ട് എണീക്കുന്നത്. അത് ഹോസ്പിറ്റൽ ആവശ്യമായത് കൊണ്ടാണ്. വസു ഇവിടെ ഇടുന്നത് വസുവിൻ്റെ വിജയ് ഉടുപ്പാണ്. വസുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ടീഷർട്ടിൻ്റെ മേലയിൽ ഒരു ഷർട്ട് ഇട്ടിട്ടുള്ള ഉടുപ്പ്. ഇത് മറ്റേ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പം അച്ഛന് അറിയുണ്ടാവുന്നില്ല. അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് വെക്കുന്നത് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനാണ് കേട്ടോ വാങ്ങിച്ചിട്ട് കൊടുത്തത്. അങ്ങനെ വസുവിൻ്റെ വിജയ് ഉടുപ്പൊക്കെ ഇട്ടു. വിജയ് ഉടുപ്പിട്ട് വസു എപ്പോഴും കോളറിൽ പിടിച്ചൊരു ആക്ഷനൊക്കെ കാണിക്കും, വിജയ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതായിക്കോട്ടെ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഫാസിനേഷൻ കാണുമല്ലോ ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ വസു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ റെഡിയാവാനായിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് നേരത്തെ കുറച്ച് ഒരു 9 മണിക്കാണ് ഡോക്ടർ ഇരിക്കാറ്. പക്ഷേ നമുക്ക് നേരത്തെ അതിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വരുമ്പോഴാണ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പുറത്തേക്ക് പോകണമെങ്കിൽ താക്കോൽ എവിടെ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തല കുലുക്കി ഞാൻ പോകുന്നത്. ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പണികളൊക്കെ പുരോഗമിക്കുന്നു. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ. അങ്ങനെ നമ്മളത് ഇവിടെ ലാബിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ലാബാണ് ഇത്. വല്യമ്മയാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടേൺ ഏട്ടന് മറ്റേ ഫാസ്റ്റിംഗ് ചെയ്തു. അപ്പോൾ ഇത് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷമുള്ളതാണ് ഏട്ടനെ എടുക്കുന്നത്. വസു ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് പേടിയുണ്ടോ, അച്ഛന് വേദനയുണ്ടോ, ഇതൊക്കെയാണ് വസുവിന് അറിയേണ്ടത്. വസുവിന് ഏറ്റവും പേടിയുള്ള, വസുവിനല്ല എല്ലാവർക്കും, എനിക്കിപ്പോഴും പേടിയാണ് കേട്ടോ. അപ്പം ആദ്യം കയ്യിൽ അതിന് പറ്റിയില്ല, കാരണം ഏട്ടൻ കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നതിനെ കൊണ്ട്. പിന്നെ ഏട്ടന് ബ്ലഡൊക്കെ എടുത്തു. അച്ഛൻ്റെ ചുണ്ടൊക്കെ ബസ് ഇവിടെ വന്ന് കയറി സിസ്റ്റത്തിലിട്ട് പണിയുന്ന സീനാണ് കേട്ടോ. എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനാണ് അത് ശരിയാക്കിയത്. കയറി ഫോണ്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം എൻ്റെ ടേണാണ്. എനിക്ക് ഇന്നും പേടിയുള്ള കാര്യമാണ് ഈ ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്. എനിക്ക് കുഞ്ഞിലെ പനി വന്നാൽ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ഒരു ട്രോമയാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോയി ഒരു നഴ്സിനെ ചവിട്ടി കൊതച്ച് നാശക്കോട്ടയാക്കിയ സീൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് കണ്ടില്ല ഇപ്പോഴും അത് തുടങ്ങി ഒരു കയറുന്ന ആ ഫസ്റ്റ് ഒരു മൊമെൻ്റില്ലേ, അത് മാത്രം പ്രശ്നം. പിന്നെ അങ്ങ് എടുക്കുകയല്ലേ, പിന്നെ സൂചി വരുമ്പോൾ വലിയ പ്രശ്നമില്ല. എന്നാലും ആ ഒരു കുത്തുന്ന ഫസ്റ്റ് മൊമെൻറ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര പേർക്കുണ്ട് ഇങ്ങനത്തെ ഒരു പേടി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പ്രായത്തിലും കാണുമായിരിക്കും, കാണാത്തവരായിട്ട് ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ വസുവിന് ഒരു ഭയങ്കര പ്രശ്നമാണ് കുത്തിവയ്ക്കുക എന്നുള്ളത്. ഇങ്ങനെ കുത്തൊക്കെ കിട്ടി ഞാനിവിടെ സമാധാനപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ വസുവിനെ കുറച്ച് നേരം വല്യച്ഛനെ ഇവിടെ താലോലിക്കുന്ന സീനാണ് കേട്ടോ ഇത്. കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തി, അല്ലെങ്കിൽ ഇനി ഇരിക്കില്ല. കുട്ടികളുടെ സ്വഭാവം അറിയാമല്ലോ, അവർക്കൊരു 5 മിനിറ്റ് തികച്ച് അവർ എവിടെ ഇരിക്കാറില്ല. ചാടി മറിഞ്ഞ് ഓടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാണ് വസു ഈ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാബ് ഇതാണ് കേട്ടോ, യുവേഴ്സ് ക്ലിനിക്കൽ ലാബോറട്ടറി. നമ്മുടെ ബീച്ചിൻ്റെ അവിടെയുള്ള ESA ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലം, ഓപ്പോസിറ്റുള്ള ലാബാണ് നമ്മുടേത്. അപ്പോൾ പോകുമ്പോഴേ ഇങ്ങനെ മീനൊക്കെ കുടയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൈപ്പാസിൻ്റെ താഴെ കൂടെയാണ് പോയത്. ഇവിടെ നല്ല വർക്കിംഗ് പ്രോഗ്രസ് ആണ് പണിയൊക്കെ. നമ്മുടെ സ്വന്തം ആലപ്പി ബീച്ച്. അവിടെ പണിയൊക്കെ കഴിഞ്ഞ് സൂപ്പറാകുമായിരിക്കും. ഇപ്പോൾ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ എല്ലാ കടയുടെ മേളിലും മറ്റേ ഇത് കാണാനുണ്ട്, സോളാർ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നല്ലതായിട്ടുള്ളത് കൊണ്ടായിരിക്കും. രാത്രിയൊക്കെ പിന്നെ ലൈറ്റിനൊക്കെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, സോളാർ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയുടെ മേളിലും കാണാൻ കേട്ടോ. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും സോളാർ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ഇട്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ വന്ന് ഒരു 1.5 ഇരിപ്പാണ് ഇവിടെ ഇരിക്കേണ്ടത്.
ഹോമിയോ കാണിക്കുന്നതുകൊണ്ട് അവരാണെങ്കിൽ അറിയാം കുറേ സമയമെടുക്കും. കാരണം നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും പറഞ്ഞിട്ടായിരിക്കും അവർ നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 1 മാസത്തേക്ക് തന്നു, അപ്പോൾ നമ്മൾ ആ 1 മാസം എന്തൊക്കെ ഉണ്ടായിരുന്നു അതും ഇതൊക്കെ നമ്മൾ പറയണം. ഇപ്പോൾ ഒരു 9:30 വന്നിട്ട് 11:30 നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് ചാടുക, ഓടുക, മറിയുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ പുട്ടി അത്രയും വസു ഇളക്കുന്നുണ്ടായിരുന്നു. വസു കുഞ്ഞ് വാവയായിരുന്നു. അപ്പോൾ ഈ പുട്ടി ഇളക്കിയിട്ട് പെയിൻറ്റ് പുട്ടിയില്ലേ, അത് ഇളക്കി തിന്നായിരുന്നു. ഞാൻ കാണാതെ ഒളിച്ചിരുന്ന് തിന്നായിരുന്നു. ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇപ്രാവശ്യം എനിക്ക് തിന്നൊന്നുമില്ല, ഇങ്ങനെ ഇളക്കുന്ന കണ്ടപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഞാൻ പതുക്കെ നിന്ന് ചോരിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുന്നു. ഞാൻ വഴക്ക് പറഞ്ഞാണ് ഞാൻ പിടിച്ചു നിർത്തിയത്. അച്ഛനെവിടെ ഫോൺ യൂഷ്വലി. നമ്മൾ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ചു, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനെല്ലാം ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ജ്യൂസ് കുടിക്കാൻ കയറി നമ്മൾ ഷുഗർലെസ് ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തണുപ്പൊന്നും ഇല്ലാത്ത നമ്മളിപ്പോൾ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആണ്, ഷുഗർ കട്ടാണ് എന്നൊക്കെ പറയാം. ഒരാഴ്ച നമ്മളത് കൊണ്ടാടും. വീണ്ടും നമ്മൾ ബാക്ക് ടു ഷുഗറും ജങ്ക് ഫുഡും ഇതൊക്കെ വലിച്ചു വാരി തിന്നും. എന്തോ ആയിക്കോട്ടെ. ഞാനിവിടെ ഒരു വാട്ടർമെലനുള്ള ഞാനും ഏട്ടന് ഷമാമ് വാങ്ങിച്ചു. ഫ്രഷ് ജ്യൂസ്, വസുവിനൊരു പൈനാപ്പിൾ ജ്യൂസും. നമ്മൾ മൂന്നും മധുരമില്ല. വസുവിന് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പില്ല. പക്ഷേ എനിക്കും ഏട്ടനും ഷുഗർലെസ്. കുടിക്കുമ്പോൾ എന്താ പിന്നെ കുടിച്ച് ശീലിച്ചാൽ ഇതൊരു നല്ലൊരു ശീലമാക്കി കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വലിയ മധുരം കഴിക്കില്ല. പണ്ട് ഞാൻ ഭയങ്കര മധുരം കഴിപ്പായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലിട്ട് വന്നപ്പോഴുണ്ട് വസുവിൻ്റെ വെട്ടിയും പ്രമാണം എടുത്തിട്ട് വന്നല്ലോ. അപ്പോൾ വസുവിൻ്റെ കൂട്ടുകാരായിട്ട് വന്നിരുന്നു. ഇവിടുന്ന് വസു കളറിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുള്ളത് കൊണ്ടാണ് വസു നമ്മുടെ കൂടി വരാത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ.